ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ വൈറ്റനിങ് പാക്കിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ആഴ്ചയിൽ 3 തവണ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളും ചുളിവുകളും എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നാൾക്കുനാൾ ലൈറ്റേൺ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നല്ല രീതിക്ക് ഗ്ലോ ആൻഡ് സോഫ്റ്റൻ ആയിട്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ സ്കിന്ന്. അത്രയും സൂപ്പറായിരിക്കും. ബേബി സ്കിന്ന് പോലെ ഉണ്ടാവും നമ്മുടെ സ്കിന്ന്. ആ ഒരു പാക്ക് ഒരൊറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 3 തവണ ആയിട്ട് ഇത് റൊട്ടീനായിട്ട് ചെയ്തു വരാം. അതുപോലെ തന്നെ ഇത് നമുക്കൊരു 15 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 വയസ്സായിട്ടുള്ള എൻ്റെ മോനിലാണ് ഇത് പരീക്ഷിച്ച് കാണിക്കുന്നത്. കാരണം എൻ്റെ ഫേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്ക് ഇവനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ വെച്ചിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുതിർത്തിയെടുത്തിട്ടുള്ള ബദാമാണ്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ഒരു പിടി ബദാം, മുറുക്കി പിടിച്ച ഒരു പിടി ബദാം നമ്മളെടുത്ത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കാണുന്ന അല്പം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ബദാം കുതിർക്കാൻ വെക്കുകയാണ്. നമുക്ക് തോല് അതിനകത്ത് റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ആ തോലോട് കൂടിയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു തോലൊന്നും നീക്കം ചെയ്യുന്നില്ല. തോലോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബദാം മാത്രമല്ല, ഇതിൻ്റെ കൂടുതലേക്ക് നമ്മൾ ഒരാളെ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടി ബദാമിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ഈന്തപ്പഴമാണ് കേട്ടോ. ഈന്തപ്പഴം ഡേറ്റ്സ് ഇല്ലേ, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഈന്തപ്പഴം 2 എണ്ണം മതി. നമ്മൾ അതും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരുമിച്ച് കുതിർക്കാൻ വെച്ചതാണ്. അതിനകത്തുള്ള കുരു നീക്കിയിട്ട് വേണമെങ്കിൽ കുതിർക്കാൻ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുതിർന്ന് വന്നതിന് ശേഷം ആ ഒരു കുരു നീക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുരു കംപ്ലീറ്റ് ആയിട്ടും 2 ഈന്തപ്പഴം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു പിടി മുറുക്കി പിടിച്ച ഒരു പിടി ബദാമിന് 2 ഈന്തപ്പഴം, ഇത്ര മാത്രം മതി കേട്ടോ. ഇനി നമുക്കിത് ഈ ചേർത്തിരിക്കുന്ന വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒന്ന് മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം. തരിയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിത് തലേന്ന് രാത്രി തന്നെ കുതിർക്കാൻ ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് മുൾട്ടാണി മിറ്റിയുടെ പൗഡറാണ്. അത് ഈ കാണുന്ന സ്പൂണിൽ 2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് മിൽക്ക് പൗഡറാണ് കേട്ടോ. നമ്മുടെ പാൽപ്പൊടിയില്ല, അതാണ്. അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. അത് നമുക്ക് ഈക്വലായിട്ട് തന്നെ ആ ഒരു എടുത്ത സ്പൂണിൽ തന്നെ 2 ടീസ്പൂൺ ഞാനങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈക്വലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൊട്ടാറ്റോയുടെ പൗഡർ, കടലമാവ്, ഇതുപോലെ എന്തെങ്കിലും പൗഡേഴ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനകത്ത് ബദാം പരിപ്പും അതുപോലെ തന്നെ ഡേറ്റ്സ്, നമ്മുടെ ഈന്തപ്പഴം, മിൽക്ക് പൗഡർ, മുൾട്ടാണി മിറ്റിയുടെ പൗഡർ, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്പം വെള്ളവും കേട്ടോ. അപ്പോൾ ഇത് ഇത്ര മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട്. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട്, നല്ല ഒരുപാട് സ്ക്രബായിട്ടുള്ള ഫീലൊന്നും അല്ല. കാരണം നമ്മൾ നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്ക്രബായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്നോളൂ. അപ്പോൾ ഞാനിത് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല, എൻ്റെ മോൻ്റെ ഫേസിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു സൈഡ് മാത്രം ഞാനിത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആ ഡിഫറൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് മാത്രം ഇത് അങ്ങ് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ടോട്ടലി മോൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 25-30 മിനിറ്റ് വെച്ചതിന് ശേഷം പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരിക കേട്ടോ. സോപ്പോ ഫേസ് വാഷൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ആദ്യം ഒന്ന് വൈപ്പ് ചെയ്യുകയാണ്. നമ്മൾ പുറത്ത് ലൈറ്റ് ഒന്നും ഓൺ ചെയ്യാതെ പുറത്ത് സൺലൈറ്റിൻ്റെ ചോട്ടിൽ പോയിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ നേരത്തെ പാക്ക് ഇട്ടിട്ടുള്ള ആ ഒരു പ്ലേസിൽ ഇരുന്നിട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടും 2 രീതിക്ക് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഇരുന്നിട്ടുള്ള ആൾക്കാരിൽ ഡിഫറൻറ്റ് അറിയാൻ പറ്റുന്നത് അവരുടെ സ്കിൻ ടോൺ ഒരു യെല്ലോയിഷ് ടിൻ്റായിട്ടായിരിക്കും കാണുക കേട്ടോ. നമ്മളെപ്പോലെ ഇച്ചിരി നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുള്ള ലുക്കൊന്നും ആയിരിക്കില്ല. യെല്ലോയിഷ് ടിൻ്റായിരിക്കും അവർക്ക് ആദ്യം ഫീൽ ചെയ്യുക. പിന്നീടാണ് നമുക്കതൊരു ലൈറ്റ് ആൻഡ് കളറിലേക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ മോൻ്റെ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു യെല്ലോയിഷ് ടിൻ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലോയിങ്ങും അതുപോലത്തെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മോൻ തന്നെ ഒരുപാട് തവണ തൊട്ട് നോക്കി പറയുന്നുണ്ടായിരുന്നു, മമ്മ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് സ്കിൻ എന്നുള്ളത്. ഗൈസ്, ഇവന് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.